ഹായ്, ഞാൻ അമ്പിളി. നമ്മുടെയൊക്കെ ഒരു നല്ല കാലം അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞ് വരുന്ന കോളേജ് കാലഘട്ടം. അങ്ങനെയാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും അല്ലേ? നേരാണ് കേട്ടോ. നല്ലൊരു കുട്ടിക്കാലം കിട്ടുന്നതും നല്ലൊരു കോളേജ് കാലഘട്ടം, ഏത് കാലഘട്ടത്തിലും അതൊരു സുന്ദരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നമ്മളുടെ ഒരു കുറച്ചൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെയും ബാക്കി കുറച്ചൊക്കെ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് പോലെയായിരിക്കും. കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്കും അത് നമുക്ക് ഒരു ഭാഗ്യമായിട്ട് കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. എത്രയായാലും അത് നമ്മളുടെ മാതാപിതാക്കളും നമ്മളുടെ കുടുംബസ്ഥിതിയും എല്ലാം അനുസരിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പരിശീലനവും ആ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിനെ നിയന്ത്രിക്കുന്നത്. എന്നിരുന്നാലും ഒരു 40 വയസ്സെത്തുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചൊന്ന് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേനും നമുക്കങ്ങനെ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് 40 വയസ്സിൽ നമുക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മളൊരു 10-14 വയസ്സാകുമ്പോൾ തൊട്ട്, അതിന് മുമ്പ് എന്ന് പറഞ്ഞ പോലെ 14 വയസ്സെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏകദേശമൊക്കെ ഒരു ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും ചെറുതായ രീതിയിലെങ്കിലും നമ്മൾ രൂപപ്പെട്ട് വരാൻ തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 14 വയസ്സാണ് അല്ലേ? നമ്മളൊരു 7-8 എത്തുമ്പോഴേനുമാണ് നമ്മുടെ ചിന്താഗതികൾ കാര്യങ്ങൾ മാറുന്നു, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അങ്ങനെ നമ്മൾ സ്വയം നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, നമ്മൾ ചുറ്റുപാടും ഒന്ന് ബോധേഡാവുന്നത്. അന്ന് വരെ നമുക്ക് കുട്ടിക്കളികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നമ്മുടെ അച്ഛനമ്മമാർ പറയുന്നു, കുറച്ചൊക്കെ നമ്മൾ അനുസരിക്കുന്നു, കുറേയൊക്കെ നമ്മൾ കുസൃതികൾ കാണിക്കുന്നു. അന്ന് വരെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും അധികം ബോധരാകുകയോ നമ്മളൊരു പ്രോഗ്രാമിന് ചേരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സിന് അന്ന് ഒരു സ്പോർട്സിനൊക്കെ ആണെങ്കിലും ചേരുന്നതിൽ ഓടുക ചാടുക എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാനൊക്കെ റെഡി ആയിരിക്കും. അല്ലെങ്കിൽ അതിനൊന്നും നമുക്കൊരു മടി അധികമായിട്ടുണ്ടാവില്ല. എനിക്കൊക്കെ ഇപ്പം കുറച്ചുകൂടെ കുട്ടികളൊക്കെ കുറച്ചുകൂടെ സ്മാർട്ടായൊരു, എന്നാലും ഉണ്ട് എല്ലാ കാലഘട്ടത്തിലും അല്ലേ, സ്മാർട്ടായവരും അല്ലാത്തവരും ഇത്തിരി പതുങ്ങിയിരിക്കുന്നവരും ഒക്കെ കാലഘട്ടത്തിൻ്റെ ഇതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ എല്ലാം ഏകദേശം കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരുപോലെ ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 8 എത്തിക്കഴിയുമ്പോഴേക്കുമാണ് നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചുറ്റുപാടും ഒക്കെ ആയിട്ടൊന്ന് ഒന്നുകൂടെ കോൺഷ്യസ് ആകും അല്ലേ? ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് വന്നു തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് മടികൾ വന്നു തുടങ്ങും. പിന്നീട് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടാത്തതിനെ കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആകെപ്പാടെ എല്ലാം കൂടെ കുഴഞ്ഞു മറിയാൻ തുടങ്ങുന്ന ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് റെബിളായിട്ടിരിക്കുന്ന, അങ്ങനെ ആകെപ്പാടെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു സ്ഫോടനം നടക്കുന്ന ഒരു ടൈമെന്ന് പറയുന്നതാണ് ആ ഒരു 13-12 വയസ്സ് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു 40 വയസ്സാകുമ്പോഴേനുമാണ് അടിപൊളിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ആ ഒരു സമയം ആകുമ്പോഴേനും നമുക്ക് മനസ്സിലാകും. ഏകദേശം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടില്ലേ എന്ന് ഓർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ 40s കേട്ടോ. ഞാൻ ആ പറഞ്ഞു വന്ന ആ ഒരു സ്പിരിറ്റിലങ്ങ് പറഞ്ഞു പോയതാണ്. ആ ഒരു പ്രായമാകുമ്പോഴേനും നമ്മളോട് കുഞ്ഞിലെ 40 വയസ്സൊക്കെ അവർക്ക് ആ ഒരു ടൈമിലൊക്കെ അവർ പറയുന്ന നിങ്ങളത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു മെച്യൂരിറ്റി വരുന്നത് എന്തൊക്കെ നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത്, നമ്മൾ എങ്ങനെയാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഒരു ഏകദേശ ധാരണ ആ ഒരു ടൈം കൊണ്ട്. കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ ആ ലൈഫിൻ്റെ പല സ്റ്റേജുകളിലൂടെ അവരപ്പോഴത്തേക്കും കടന്നു പോയിട്ടുണ്ടാവും. ആ പോകലുകളിലൂടെ അവർക്ക് മനസ്സിലാവും ഏതായിരുന്നു ശരി അല്ലെങ്കിൽ ഏതായിരുന്നു തെറ്റ്, ഞാൻ എന്തായിരുന്നു നേരത്തെ എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ അത് എടുക്കാത്തത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടായ നഷ്ടങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ് ഒരു 40 വയസ്സെന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ചൊരു ചിന്തിച്ച്
ചിന്തിച്ചും അല്ലെങ്കിൽ കുറച്ചൊരു കാൽക്കുലേഷനോട് കൂടിയും നമ്മൾക്ക് ആ ഒരു ബാക്കി ഏജുകളിൽ നമുക്ക് അതിന് മുമ്പുള്ള ഒരു ഏജുകളിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയസ്സാകുമ്പോഴേനും നമുക്ക് എന്താണ് നമുക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടാവും. കരിയർ വൈസ് ആണെങ്കിലും നമ്മുടെ ഒരു ഫാമിലി ആണെങ്കിലും ഒക്കെ നമ്മൾ ഒന്ന് ഏകദേശം ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പം അതിലുണ്ടാകുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കത് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തുടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ 12-13 വയസ്സിലാണ് നമ്മളുടെ ഈ ഒരു കൺഫ്യൂഷനും ആകെപ്പാടെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സും എല്ലാം നല്ലതിലേക്കും ചീത്തയിലേക്കും പോകാനുള്ള ഒരു പ്രായമാണ് ഈ 13 തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അതൊന്ന് കടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് 13 തൊട്ട് ഒരു 20 വയസ്സ് വരെ ഒക്കെ ഒരു ഡിഗ്രിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ +1 +2 ഒക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴേനും കുറച്ചുകൂടെ നമുക്ക് മെച്യൂരിറ്റി വരും. നമ്മൾ 8 തൊട്ട് ഒരു 12 വരെയുള്ള 12ാം ക്ലാസ് വരെയുള്ള ഒരു ടൈമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിലും ഇതിലും എല്ലാം ഒരു ചേഞ്ച് വരുന്നത് എന്താണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പല ഘടകങ്ങളും അവിടെ നഷ്ടപ്പെടാൻ തുടങ്ങും നമുക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പിന്നെ എന്താണ് കുറച്ചുകൂടെയൊക്കെ അവരുടെ കരിയർ വൈസ് തിരഞ്ഞെടുക്കാനുള്ള കുറച്ചുകൂടെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. പണ്ട് കാലത്ത് കുറച്ചുകൂടെ കുറവായിരുന്നു, അവർക്ക് ബാക്കി സോഴ്സസ് കുറവായിരുന്നു. മുതിർന്നവർ പറയുന്നത് അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ അതുമായിട്ട് ആ ഒരു റിസോഴ്സ് കുറവാണ്. ഇന്നത്തെ കാലത്ത് എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് അതൊക്കെ നമ്മൾ സ്കൂളുകളിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിനും ഒക്കെയുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 8ാം ക്ലാസ് തൊട്ട് മുതൽക്ക് തന്നെ അത്രയും കാലം നമ്മൾ കളികളൊക്കെ കളിച്ചും കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് മാർക്ക് നേടുക അല്ലെങ്കിൽ ഒന്നാമതാകുക എന്നതിനുപരി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി ആഴത്തിൽ ഉൾക്കൊണ്ട് അത് പഠിക്കാനായിട്ട്. കാരണം ഈ ഒരു മാത്സും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സയൻസ് ഇതൊന്നും നമ്മൾ മുമ്പോട്ട് എന്തിനു യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ അങ്ങനെയല്ല. നമുക്കിതിപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇന്നലെയുള്ള ആൾക്കാരാണ് ഇന്നുള്ളവരെ പഠിപ്പിച്ച് നാളത്തെ കുട്ടികളായ നിങ്ങളെ വാർത്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നലകളിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നാളത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നാളെയുള്ളവർക്കായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ട് വരുന്നു എന്നുള്ളത്, അപ്ഗ്രേഷൻ വരുന്നു എന്നുള്ളതല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. അപ്പം നമ്മളൊരു 8ാം ക്ലാസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ 9ൽ എത്തിക്കഴിയുമ്പോൾ മുഴുവൻ കാര്യങ്ങളില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ 8ാം ക്ലാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാനുള്ള ഒരു ബേസിക് നോളജ് എങ്കിലും നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിലും എല്ലാത്തിലും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് ആവറേജ് ഒരു ബുദ്ധിയും കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അല്ലെ. എന്ത് കഴിവിലാണോ നമുക്കതുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും നമുക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലേ. ഒരു തെറ്റ് ചെയ്താലോ ശരി ചെയ്താലോ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മനസ്സിനത് മനസ്സിലാകും. നീ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ നീ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് വേറെ ആൾക്ക് മനസ്സിലാകുന്നതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ശരികൾക്കനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനും മുൻപോട്ട് പോവാനുമായിട്ടും. മറ്റു പലരുടേതും വഴികളും കാര്യങ്ങളും അവരുടെ ആ ചിന്താഗതികളും ഒക്കെ നമുക്ക് കേൾക്കാം, അതിനൊക്കെ നമ്മൾ ചെവി കൊടുക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കെൽപ്പ് അത് നമ്മൾ തന്നെ കാണിക്കണം.
അത് ഒരു റിബലായിട്ടോ അല്ലെങ്കിൽ ഒരു നിഷേധാത്മകത്തിലോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും അത് ഒരു നല്ല രീതിയിൽ എന്താണ് വേണ്ടത് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് വഴികളിലൂടെ പോയി കഴിഞ്ഞാലും എത്ര നമ്മൾ ഇഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര ഇതായിട്ടാണെങ്കിലും അതിലെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്ത് നമ്മൾ നേടണം എന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് സാക്രിഫൈസും കുറച്ച് എന്താ പറയുന്നത്, അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എളുപ്പമായിരിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പലതും നമ്മൾ പല കാര്യങ്ങൾ മാറ്റി വെച്ചാലും പലതും നമ്മൾ ഒഴിവാക്കിയെങ്കിലും മാത്രമേ അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും കാര്യങ്ങൾക്കും സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാം വന്നു കഴിയുമ്പോൾ ഒരു 8, 9, 10 ആയി കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിലും ചുറ്റുപാടുമായിട്ട് പല ഫങ്ഷനുകൾ കാര്യങ്ങളും എല്ലാം വരും. ഇതിനെല്ലാം നമുക്ക് പങ്കെടുത്തുകൊണ്ട് എല്ലാം പഠിച്ചിട്ട് 10 നല്ലൊരു മാർക്കോടുകൂടി പാസ്സാവാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിൽ വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്യാനുള്ള ഒരു പക്വത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള തോന്നുന്ന ഒരു കാര്യം പറഞ്ഞ് ചെയ്തെടുക്കാനുള്ളൊരു, അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെല്ലാത്തിനും ഫ്ലെക്സിബിളായിട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും മറ്റുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന്, അതിപ്പോൾ പാരൻസ് ആണെങ്കിലും ചുറ്റുമുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി എല്ലാ കാലത്തും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും. 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഇതിലൊക്കെ നമ്മൾ ഓർത്താൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റെന്ന് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ എനിക്ക് ഇത് വഴിക്കാണ് പോവേണ്ടത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം ചില വഴികൾ നമുക്ക് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇതല്ല വേറെ ഒന്ന്. ആ ഒരു ടൈമിൽ നമുക്ക് സമയമുണ്ടെന്നേ അത് തിരുത്തിയെടുക്കാനും അത് എന്താണ് വേറെ ഇത് വേണ്ടതെന്നുള്ളത് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെയല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും ശരികളിലൂടെ മാത്രം പോയി അല്ലെ എല്ലാവരും പറയുന്നത് കേട്ട് മാത്രം അനുസരിച്ച് അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? നമ്മുടെ പാരൻസ് വരുന്നത് എങ്ങനെയാണ്, അവരുടെ പാരൻസിൽ നിന്നും അവർക്ക് അഡോപ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് അഡോപ്റ്റ് ചെയ്തതും വേണ്ട എന്ന് തോന്നിയത് മാറ്റി അവരുടേതായ ഒരു ഇത് രൂപപ്പെടുത്തിയെടുത്തിട്ടാണ് അവർ നമ്മളെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൽ എന്താണ് വേണ്ടാത്തത്, അല്ലെങ്കിൽ ഇതിൽ നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളും അതേ രീതിയിൽ പിന്തുടർന്നുകൊണ്ട് പോകാനല്ല, ആ വേണ്ട എന്ന് തോന്നിയ കാര്യങ്ങൾ മാറ്റി നിർത്തി അതിന് എതിരെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ വരാതിരിക്കാനുള്ള എന്ത് പ്രിക്കോഷൻ നമുക്ക് എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലതും ചീത്തയും എല്ലാം വരും. ഇതെല്ലാം നമുക്ക് മാറ്റി നിർത്തിയൊന്നും ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതിൻ്റെ എല്ലാം കൂടെ മഴ വരും, വെയിൽ വരും, വരൾച്ച വരും, ഇതെല്ലാം നമുക്ക് തരണം ചെയ്ത് പോകാൻ സാധിക്കും. ഒരു പക്ഷേ ചില സമയത്ത് നമ്മളൊന്ന് സ്റ്റക്കാവാം, എന്തും ആകാം. ആ നേരത്തെ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ പോകാമെന്നുള്ളത് നമ്മൾ എത്തിയതിന് ശേഷമല്ലേ ഒരിടത്ത് ചെന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെങ്കിലേ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷമിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യം നിങ്ങളില്ല. കാരണം നിങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കി നിങ്ങളുടേതായ വഴികളും കാര്യങ്ങളും കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് വേറൊരാൾ കണ്ടുപിടിച്ച വഴികളിലൂടെ പോയി അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന ആ വഴികളിലൂടെ സഞ്ചരിച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേടിയതൊന്നും പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിരുന്നിരിക്കില്ല. അവർ തന്ന ഒരു കസേര ആ കസേരയിൽ കയറി ഇരിക്കുക എന്നല്ലാണ്ട് ആ കസേരയ്ക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൽ നിങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടുപിടിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് സ്വയം അതിനുള്ള ആ ഒരു ധൈര്യം അത് ആരെയും വിഷമിപ്പിക്കുക. ചിലത് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അത് നമ്മൾ ദോഷത്തിനായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കുക എന്ന് പറയുന്ന അവർക്ക് വേറൊരു നമ്മൾ
പോകുന്ന വഴി നമ്മളുടേതായ വഴി ശരികളാണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അത് വേണം എന്ന് തോന്നുന്ന ആ ഒരു നല്ലതായ വഴികളാണ് നമ്മൾ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിലെ മുമ്പോട്ട് പോവുക. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തായെങ്കിലും, എന്ത് പ്രതിസന്ധികളായാലും അത് നേരിടാനും ഒക്കെ നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോയിക്കോളൂ. കാരണം ബാക്കി അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചുറ്റും തന്നെ അവരുണ്ടാവും. ആദ്യം അവരുടെ ഒരു കൺസേൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരത് പറയുന്നത്. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവരും ആ ഒരിതോടുകൂടി തന്നെ നിങ്ങളുടെ പിറകെ ഉണ്ടാകും. അപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നീട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അതിലേക്ക് ചെയ്യാനോ ചെയ്തു വരാനോ ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അത് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്കത് സ്പോയിലായി പോകും. സോ അങ്ങനെ ഒരിക്കലും വരുത്തരുത്. പിന്നെ ഈ വഴികളിലെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. അതിൽ ചീത്ത മാറ്റി നിർത്താനുള്ള ഒരു ധൈര്യം, നല്ലത് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ചീത്ത മാറ്റി നിർത്താനുള്ള ഒരു ധൈര്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത്. ആ ചീത്ത മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണ്ടത് മാത്രം നമ്മളപ്പോൾ പിക്ക് ചെയ്യുക. ഓരോ പ്രായത്തിലും ഓരോ സമയത്തിനും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്തെടുക്കാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ഒരു 14-13 വയസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനായി ഒരു അന്തരീക്ഷം പാരൻസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യുക. എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് വരുന്ന വെറും നൈമിഷികമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കളഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. ഇതെല്ലാം ആസ്വദിക്കാനും ഇതിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. നല്ലൊരു വിലയോടുകൂടി അല്ലെങ്കിൽ നല്ല ആ ഒരു ഫുൾ മൈൻഡോടുകൂടി നമുക്കത് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം നമ്മളിലേക്ക് വന്നു ചേരും. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 40 വയസ്സ് കാര്യങ്ങളിലേക്കാണ്. കാരണം ഈ ഒരു വഴികളിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പോകുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തുണയായിട്ട് എന്നും ആരൊക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ ആരെയൊക്കെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് വേണ്ടാത്തത് എന്നെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നീടുള്ളൊരു പ്രധാന കാര്യമാണ് കേട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ചെയ്യേണ്ടതിന് നമ്മൾ ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്തും സാക്രിഫൈസ് ചെയ്യേണ്ടടുത്ത് വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുത്തും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഓരോ സ്ഥലത്തേക്ക് തന്നെ പോവുക. മിക്കവാറും എല്ലാവരെയും നമ്മളിപ്പോൾ മാതാപിതാക്കൾ കൂടുതൽ നമ്മളെ കൺസിഡർ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ തന്നെ പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ സുരക്ഷ അങ്ങനെയൊക്കെ വേണമെന്ന് ഓർത്തുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ പേടി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ നമ്മളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ആ തണലിൽ ജീവിപ്പിക്കാനായിട്ട് അവർ കൂടുതൽ ശ്രമിക്കും. പക്ഷേ ഈ ഒരു ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നീട് നമുക്ക് ഒരു കാലത്ത് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ അതൊരു വിനയായി തീരുക എന്ന് പറഞ്ഞില്ലേ. എല്ലാ കാലത്തും ഈ ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ തരാൻ നമ്മുടെ പാരൻസിന് സാധിക്കത്തില്ല. അതൊരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെയ്യാതെ വരുമ്പോൾ അതൊരു കുറ്റമായിട്ട് മാറുക. അത് അവരുടെ അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു പക്ഷേ നമ്മൾ വലുതായി നമ്മളുടെ മക്കൾക്കും ചിലപ്പോൾ അത് ആ ഒരു രീതി, കാരണം എത്രയെന്ന് വെച്ചാണ് നമുക്ക് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് ഒരാളുടെ കൂടെ പോകാനും വരാനും ഒക്കെ ആയിട്ട് സാധിക്കും. അത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം നമ്മളത് എവിടെയെങ്കിലും തന്നെ പോകാനായിട്ടും, ഇന്നത്തെ കാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി, ബാങ്കിൽ പോകുന്ന കാര്യം, ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി, ബാക്കി അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു കൂട്ടർ മാത്രം പുറത്തിറങ്ങുക, മറ്റൊരാൾ വീട്ടിലിരിക്കുക, ആ ഒരു കാലഘട്ടം നമ്മുടെ കഴിഞ്ഞു.
ആ ഒരു സമയത്തിൽ നിന്ന് നമ്മൾ മുമ്പോട്ടെത്തി. ഇപ്പം രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ പുറത്ത് പോകുന്നു. അറിയാമല്ലോ, ഈ രാജ്യം വിട്ട് തന്നെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇന്നും അതൊക്കെ വളരെ എത്രയോ ധൈര്യത്തോടു കൂടിയാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും തന്നെ പോകുന്നതും വരുന്നതും എല്ലാം. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ധൈര്യപൂർവ്വം ഈ പറഞ്ഞതുപോലെ മുമ്പോട്ടിറങ്ങി ആദ്യം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നമ്മളിപ്പോൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലത് നമുക്കറിയത്തില്ലായിരിക്കാം. നമുക്ക് കുറേ വൊക്കാബുലറി ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസ് മനസ്സിലായതുകൊണ്ടോ മാത്രം ഒരു ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ സ്കൂളിൽ എഴുതുന്ന ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ പോലും അതൊന്നും അല്ല നമ്മളൊരു വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ കാണുന്നതോ മനസ്സിലാക്കുന്നതോ എല്ലാം ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സംഗതികൾ മാത്രമാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു ജോലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി പരിചയം കൊണ്ടുമാണ് നമ്മളത് നേടിയെടുക്കുന്നത്. അപ്പം നമ്മൾ തന്നെ സ്വയം പുറത്ത് പോയി എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ സ്വയം നേടിയെടുക്കാനുള്ള ആദ്യം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ തോന്നും. അല്ലെങ്കിൽ ആദ്യം അറിയാൻ മേലാത്തത് മറ്റുള്ളവരോട് ചോദിക്കുക, മനസ്സിലാക്കുക. അതിൽ യാതൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും ഈ പറയുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും അറിയുണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ പോകുമ്പോൾ അവർക്കറിയാം നമ്മൾ ആ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാൻ മേലാത്ത കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം അത് കണ്ടുപിടിച്ച് എടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് അതുപോലെ കഴിഞ്ഞെന്നിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 10 വരെ പാസ്സായ 10 കഴിഞ്ഞ ഒരാളായിരിക്കും നമ്മളുടെ സീനിയറായിട്ട് ഇരിക്കുന്നത്. ആ ആൾക്കുള്ള അറിവുകൾ നമ്മൾക്ക് ഇപ്പോൾ MA പഠിച്ചു ചെന്നു അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു എന്തെടുത്ത് ചെന്ന ഒരാളാണെങ്കിലും ചിലപ്പോൾ ആ ഒരു പരിചയം നമുക്കുണ്ടാവില്ല. കാരണം അത് അവരെ ചെയ്ത് പരിശീലിച്ചെടുത്തിയ ഒരു കാര്യമാണ്. ആ ഒരു പരിചയത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ ചില കാര്യങ്ങൾ പഠിച്ച് മാത്രമല്ല ചെയ്ത് കൂടിയാൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു കുക്കിംഗ് തുടങ്ങുന്ന ആൾക്ക് നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളുടെ അത്ര ആദ്യം കുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ പയ്യെ അത് പഠിച്ച് ആ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കും എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് വരുന്നതാണ്. കുഞ്ഞു കുട്ടിയായിട്ടാണ് നമ്മൾ ഇത്രയും വലുതാകുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിൽ മുമ്പേ പോയവരെ ഇന്ന് അച്ഛനമ്മമാരായവർ എല്ലാവരും ഇതേ പ്രൊസീജിയറിലൂടെ കടന്നു വന്നിട്ടാണ് അവർ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കോ അവരുടെ ഇതിലും എത്തി. അത്രയേ ഉള്ളൂ. നമ്മളും ഇതേ രീതിയിലേക്ക് തന്നെ പതുക്കെ കയറാനുള്ള ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ആദ്യം പഠിച്ചും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും ആരും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനും നമുക്ക് കാര്യങ്ങളെല്ലാം കാര്യപ്രാപ്തി ഉണ്ടായിരിക്കണം. കാരണം എന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാരൻസിനും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ സ്വതന്ത്രമാക്കി വിടേണ്ടതുണ്ട്. വിടുമ്പോഴും അവർക്കും അതൊരു കോൺഫിഡൻ്റായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു കോൺഫിഡൻസോടു കൂടി അവർക്ക് ധൈര്യത്തോടു കൂടി വിടാൻ സാധിക്കണമെങ്കിൽ നമ്മളത് ചെയ്യാനും ഇതാവാനും ഉള്ള ഒരു പ്രാപ്തി ഉണ്ട് എന്നുള്ളത് അവർക്കും ഒന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അത് ആ ഒരു അയവുണ്ടാവും അവർക്ക്. അവരത് ചെയ്യാൻ സാധിക്കും. എൻ്റെ മോള് എതിലെ പോയാലോ അല്ലെങ്കിൽ എൻ്റെ മോൻ എവിടെ പോയെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റും, അവരത് ചെയ്യും എന്നൊരു വിശ്വാസം അവരിലുണ്ടാകുമ്പോൾ തന്നെ ആ ഒരു പകുതി അവരുടെ ആ ഒരു വാശിയും ദേഷ്യവും അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം പുറകോട്ട് മാറും. അവർക്കൊരു പേടി കൊണ്ടല്ലേ അവരുടെ ആ ഒരു ആവലാതി കൊണ്ടായിരിക്കാം ഒരു പരിധി വരെ അവരത് കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത്. അപ്പോൾ അതല്ല, ഏത് രീതിയിൽ പോയാലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും, ഞാൻ ആ നല്ല രീതിയിൽ പോകും എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവരെന്നും ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ സ്വയം നേടിയെടുക്കാൻ എന്ത് കാര്യത്തിലും നമ്മൾ അല്പം കുക്കിംഗ് കാര്യങ്ങളാണെങ്കിലും നമുക്ക് പറ്റുന്ന സ്കില്ലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു പ്രായത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ നമുക്ക് അതിനുള്ള ഒരു മനസ്സും ആ ഒരു ടൈം തന്നെ ഉള്ളതാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കുള്ളൊരു ലൈഫിലേക്ക് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ധൈര്യപൂർവ്വം ആരുടെ മുന്നിലും തല
കുനിക്കാതെ ഈ മുമ്പോട്ട് പോകാനായിട്ടും സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഒരു ഡിസിഷനും ഒരു സ്റ്റാൻഡും എടുക്കാനായിട്ടും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞു നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും പേടിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും എന്താവും ഏതാവും ഇത് വേണ്ട, എൻ്റെ സ്വാതന്ത്ര്യം പോകുക, അങ്ങനെയുള്ള ഒരേ കൺസേണൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ പറയുന്ന പോലെ എല്ലാം മുൻപോട്ട് പോയി കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഒരു വണ്ടിയെ കയറുമ്പോൾ ആ വണ്ടി മറിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പിന്നീട് വണ്ടിയെ കയറാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പൊറോട്ട തിന്നുന്ന ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് എങ്ങനെ തിന്നണം, അല്ലാതെ എന്നും 3 നേരം നമ്മൾ പൊറോട്ട തിന്നുകയല്ല ചെയ്യുന്നത്. അതൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് നമുക്ക് ആ ഒരു നാക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലത് വീണും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയും അല്ലെങ്കിൽ കുറച്ച് തെറ്റുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിച്ചെടുക്കുന്നതും കാര്യങ്ങളെല്ലാം. നമ്മൾ സ്വയം നമ്മളെ മറക്കാതെ ഇരിക്കുക. നമ്മുടെ വഴികൾ ശരികളായിട്ടുള്ള നമ്മുടെ മനസ്സിനനുസരിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഒരു പരിധി വിട്ട് നമ്മളെ മറന്ന് നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടോ പിന്നീട് നമുക്കൊരു സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ഒരുപാട് നമ്മളെ മറന്ന് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു സ്ഥാനം, നമ്മളൊരു പ്രയോറിറ്റി കൊടുത്ത്, അതൊരു സെൽഫിഷ്നെസ് ഒന്നും അല്ല കേട്ടോ. കാരണം അതൊന്നും ചെയ്തില്ല, നമുക്ക് ആ ഒരു പരിഗണന നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരും ആ ഒരു പരിഗണന നമുക്ക് നൽകത്തില്ല. ആദ്യം തൊട്ടേ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്നാൽ ഓക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും മനസ്സിലാവും. അതിനനുസരിച്ച് മറ്റുള്ളവരും പെരുമാറിക്കോളും. നമുക്ക് ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു സ്ട്രെസ്സ് നമ്മളിലേക്ക് എത്തത്തില്ല. അതേസമയം നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഭയങ്കര ഇത് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെന്ത് കരുതും അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് കരുതി നമ്മൾ അനാവശ്യമായിട്ട് അവരുടെ മുന്നിൽ ബഹുമാനം കാണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വിനയം എന്നുള്ളത് ഭാവിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത വിനയവും ബഹുമാനവും ഒന്നും നമ്മൾ ആവശ്യമില്ലാത്തത് കൊടുക്കണ്ട. നമുക്കറിയാമല്ലോ ഒരാൾക്ക് നമ്മുടെ അച്ഛനമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർക്ക് എങ്ങനെ നമുക്ക് അവരോട് പെരുമാറണം എന്നുള്ളത് ഏകദേശം ഒരു ബോധം നമ്മൾക്ക് ഇത്രയും പ്രായത്തിനോടുള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് പെരുമാറുന്ന കാണുമ്പോൾ എവിടെ നോ പറയണം എവിടെ യെസ് പറയണം എന്നുള്ള കാര്യവും നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് തനിയെ വന്ന് ചേരും. ഇല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അതിനുള്ളൊരു ധൈര്യം, അതാണ് ഞാൻ പറഞ്ഞത്. നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ചീത്തയിലേക്ക് പോവാതിരിക്കാനും അതിൽ നിന്ന് നോ പറയാനും ഉള്ളൊരു കരുത്താണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു അറിവ്. നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അറിവിനേക്കാളും എല്ലാം ഉപരി നമുക്കൊരു സന്തോഷമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾക്ക് ഒരു വില കൊടുത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ പറയുന്നത് പോലെ അക്കാഡമിക് ആയിട്ടുള്ളതോ ഒന്നുമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ നമ്മളോട് തന്നെ നമുക്കൊരു വിലയുണ്ടാകുക, അല്ലെ നമ്മളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു ജീവിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഈ പറയുന്ന ആദ്യം ഉണ്ടാകുന്ന കുറച്ചൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അതാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു സമയം നമുക്കുണ്ടാവും. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിച്ച് എല്ലാം ആക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന കരുതി ഒന്നും സ്നേഹിക്കത്തില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ അവർ മുതലെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്താണ് നേടിയതെന്നുള്ള ഈ പറയുന്ന പോലെ 40 വയസ്സ് എത്തുമ്പോൾ നമുക്ക് സ്വന്തമായ ഒരു സ്റ്റാൻഡിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കുടുംബവും അന്തരീക്ഷവും എല്ലാം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അന്നത് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ട് പിന്നീട് അത് ചോദിച്ചു കഴിയുമ്പം എന്തേ നീ ചെയ്തില്ല,
എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. നിനക്കറിയത്തില്ലായിരുന്നോ നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യ, ഈ കുടുംബം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? നീ ചെയ്യേണ്ടതായിരുന്നു. അത് നീ ചെയ്യാത്ത ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമെന്നല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ത്യജിച്ചതാണല്ലോ അവർ, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണല്ലോ ജീവിച്ചത് എന്നൊന്നും ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് നല്ലത് തിരഞ്ഞെടുത്തും നമുക്ക് കിട്ടുന്ന അവസരങ്ങളും കഴിവുകളും എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ നമ്മളായിട്ട് തന്നെ ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ഇതിലൂടെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ പറയുന്ന പോലത്തെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടായാലും അത് നേരിടാനുള്ള ഒരു മനസ്സും ധൈര്യവും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. അതിനുള്ള ഒരു പരിഹാരം, എന്തൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. കുറച്ച് പെട്ടെന്ന് നമ്മളൊരു ഷോക്കായി പോകും, അല്ലെങ്കിൽ എന്തായാലും ആകെങ്കിലും അതൊരു സമാധാനപൂർവ്വം ആലോചിച്ചാലും ചെയ്താലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് സന്തോഷങ്ങൾ മാത്രമല്ല, എല്ലാ യാതനകളും എല്ലാം നിറഞ്ഞൊരു യാത്ര തന്നെയാണ്. പക്ഷേ ആ യാത്രയിൽ നമുക്ക് തുണയായും അനുഗ്രഹമായിട്ടും എപ്പോഴും നമ്മുടെ കൂടെ ഒരു ശക്തി ഉണ്ടാവും എന്നുള്ളത് തന്നെ ഉറച്ചു വിശ്വസിച്ച് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. ഓക്കെ, ബൈ.